വളരെ സിമ്പിളായിട്ട് ഈ ബാംഗിൾ നമുക്കൊന്ന് ചെയ്താലോ? ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കട്ട് ബാംഗിളാണ് കേട്ടോ. 2 കട്ട് ബാംഗിളിലെ 2 ബാംഗിൾ. ഇതാണ് 2 കട്ട് ബാംഗിൾ. 2 കട്ട് എന്ന് പറയുമ്പോൾ 2 ബാംഗിളുണ്ടാവും ഈ വീതിയിൽ. പിന്നെ ഫാബ്രിക് ഗ്ലൂ, ഈ സിൽക്ക് ത്രെഡ് ഈ ഒരു വീതിയിൽ ഞാനിങ്ങനെ കുറച്ച് ലെങ്തിൽ മടക്കിയെടുത്തു. അതിൻ്റെ എഡ്ജ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സിൽക്ക് ത്രെഡാണ് നമ്മളിങ്ങനെ പിടിച്ചാൽ നിൽക്കില്ല, നമ്മളിങ്ങനെ ഇളകി പോകും കേട്ടോ. പെട്ടെന്ന് സിൽക്ക് പോലെ ഇരിക്കുന്നതാണ്. കട്ട് ചെയ്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ദേ ഇനി ഇങ്ങനെ അങ്ങ് ഇരുന്നോളൂ. ഇനി അടുത്ത് നമ്മുടെ ബാംഗിൾ എടുക്കുക. ബാംഗിളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. കണ്ടോ? ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എഡ്ജ് അതിലേക്ക് വെച്ച് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇനി എന്നിട്ട് നമ്മൾ ചുറ്റി ചുറ്റി എടുക്കുക. ഓരോ ലെയറും അങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി. ഇത് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ എന്ത് ചെയ്യുക, ഫാസ്റ്റായിട്ട് ചുറ്റിയിട്ട് ടൈറ്റ് ചെയ്യണം. നല്ല ടൈറ്റ് ചെയ്ത് ഗ്യാപ്പില്ലാത്ത രീതിയിൽ ചെയ്യണം. ഈ ബാംഗിൾ കവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിർത്തുമ്പോൾ അവസാനം വേണ്ട ഇതുപോലെ നിർത്താൻ സമയത്തിന് അതിങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പല്ലേ ഉള്ളൂ, അത് നന്നായിട്ട് കവർ ചെയ്യുക. ത്രെഡ് ഇടയിൽ എവിടെയെങ്കിലും ചുരുങ്ങി നിൽക്കണമെങ്കിൽ അതിനെല്ലാം കറക്റ്റ് ഒരേ രീതിയിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ റോയും ചുറ്റിയെടുക്കാനായിട്ട്. അത് ചുറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എന്താ പറയുക, അത് അവർ കംപ്ലീറ്റ് അത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇപ്പം കംപ്ലീറ്റ് അത് ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു റോയും കൂടെ കൊടുത്തതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. അവിടെ കുറച്ച് ഗ്യാപ്പ് വീണ്ടും ഉണ്ട്. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് കുറച്ച് നമ്മൾ വീതിക്കല്ലേ എടുക്കുന്നത്, അത് നല്ല കവറായി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് എടുത്ത് ബാലൻസ് നല്ല ടൈറ്റാക്കി എടുത്തിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റണം. അതിന് മുന്നേ കട്ട് ചെയ്ത് വേണ്ട ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി അവിടെ എന്തുക, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് വയ്ക്കുക. അത് അവിടെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇപ്പം ചെറിയൊരു ഗ്ലൂവിൻ്റെ വെള്ള കളർ അവിടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് പുറത്തറിയാൻ പറ്റില്ല. പക്ഷേ B7000 ഗ്ലൂ ആണെങ്കിൽ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും. ആ ഗ്ലൂ എത്രത്തോളം ഉണ്ടെന്ന് ഒരു ബ്ലാക്ക് കളറിൽ നമുക്കവിടെ വൃത്തികേടായിട്ട് നിൽക്കും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളറിലെ മാറ്റ് കുന്തനാണ്, ഡ്രോപ്പ് ഷേപ്പിലുള്ളത്. അതുപോലെ കൂടാതെ സെറാമിക് കുന്തനും റൗണ്ട് ഷേപ്പിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ട ഗ്ലൂ എടുത്തു, ഒരു പ്ലസ് പോലെ ഇട്ട് കൊടുത്തു. പ്ലസ് നമ്മളൊരു പ്ലസ് ഇല്ലേ, ജസ്റ്റ് അതുപോലെ വെച്ചിട്ട് ആ നാലിലും ഓരോ ബീഡ്സ് വീതം വെച്ച് കൊടുക്കുന്നു. അതായത് ഓരോ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നു. അപ്പോഴേക്കും 4 പെറ്റൽസ് പോലെ അവിടെ ഇരിക്കും, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഓരോന്ന് ഒട്ടിച്ചൊട്ടിച്ച് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ നമ്മളിങ്ങനെ ഓരോന്ന് ഒട്ടിച്ചൊട്ടിച്ചല്ലേ ചെയ്യുന്നത്. 4ലും വെച്ച് വീണ്ടും ഒരു പ്ലസ് പോലെ എടുക്കുക. ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഏകദേശം ഒരു ഊഹം കാണുമല്ലോ, ആ ഒരു ഗ്യാപ്പിൽ കൊടുക്കുക. ഇതുപോലെ ഓരോന്ന് എടുത്തെടുത്ത് വയ്ക്കുന്നതാണ് ആ ചെയ്യുന്ന സമയം എടുക്കുള്ളൂ, അല്ലാതെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു കാര്യമില്ല, നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നോക്കിയേ, കണ്ടോ? ഗ്യാപ്പ് വരരുത്, ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ചെയ്യണം. ഈ ഓരോരോ ഫ്ലവറുകൾ തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവരുത്, വളരെ ചേർത്ത് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം അത് വയ്ക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനെ എന്ത് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്ത്, കാരണം ഇത് മൂവ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതെന്ത് ചെയ്യണം, ഇനി ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഞാനൊന്ന് ഇടയ്ക്ക് ഉള്ള ഷോർട്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ശരിക്കും ഇത് ചെയ്യുമ്പോൾ ഈ ഗോൾഡൻ കളർ സിൽക്ക് ത്രെഡ് ആണെങ്കിൽ നമ്മളിങ്ങനെ എല്ലാത്തിലും കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചെയ്യാം. ഗോൾഡൻ കളറൊക്കെ എല്ലാ അതായത് സ്റ്റോൺസിലും മാച്ചിങ് കളറാണ്. ഈ റെഡിന് റെഡ് തന്നെ എടുക്കണമെന്നാൽ റെഡിന് ഗോൾഡൻ കളർ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മാച്ചിങ് കളറൊക്കെ ഉണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി വേണ്ട, ഞാൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ചെയ്ത് വരുമ്പോൾ അവസാനം വരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ഒരു സ്റ്റോൺ നിൽക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്റ്റോൺ അവിടെ ഞെരുക്കി വെക്കരുത്, അതായത് ടൈറ്റ് ചെയ്ത് വെക്കരുത്. അതിനങ്ങ് മാറ്റിയിട്ട് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ എനിക്കങ്ങനെ പ്രശ്നം വന്നില്ല, കണ്ടോ? കറക്റ്റായിട്ട് തന്നെയുള്ള സ്പേസ് തന്നെ കിട്ടി. അങ്ങനെ വെച്ച് വന്നപ്പോൾ ചിലപ്പോൾ നമുക്കങ്ങനെ വെക്കുമ്പോൾ ചെറിയ എന്താ പറയുക, ഏതെങ്കിലും ഒരു സ്റ്റോൺ അവിടെ ഇരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ സ്റ്റോണിനെ അവിടെ വെക്കാതെ അതിനെ മാറ്റി കൊടുത്താൽ മതി, അതറിയില്ല.
ദേ ലാസ്റ്റ് ഞാനതങ്ങ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എന്താ പറയുക സ്റ്റോൺസ് കൊടുക്കുക. ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇനി അടുത്ത് സ്റ്റോൺസ് കൊടുക്കുക, എന്ത് വേണോ കൊടുക്കാം. ഞാൻ സ്റ്റോൺസ് അല്ല, ഞാനൊരു കുന്തൻ സ്റ്റോണാണ് കൊടുക്കുന്നത് കേട്ടോ. സെറാമിക്കിൻ്റെ കുന്തൻ സ്റ്റോണാണ് കൊടുക്കുന്നത് ഇനി. അപ്പോൾ വേണ്ട അതങ്ങ് വെച്ചു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഹാൻഡ് കൊണ്ട് തന്നെ നല്ല പ്രസ് ചെയ്ത് നല്ല എടുക്കുക. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ചെയ്യും കേട്ടോ, അതാണ് ഇത് ചെയ്യാത്തത്. കണ്ടില്ലേ? ഇനി അതിൻ്റെ പുറത്തേക്ക് ചെറിയ സെറാമിക് കുന്തൻ എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഞാനങ്ങ് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുന്നു. പിന്നെ ഞാൻ പറയുമ്പോൾ ഈ 7000 ഗ്ലൂ ആയതുകൊണ്ട് ഒത്തിരി ഗ്ലൂ നമ്മളങ്ങനെ അപ്ലൈ ചെയ്യല്. ഇത് ഓരോ ഫ്ലവറിനും നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ആ ബീഡ്സ് വയ്ക്കില്ലേ അതിൻ്റെ സൈഡിലെല്ലാം ഈ ഗ്ലൂ ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ നിൽക്കും. അതങ്ങനെ വേണ്ട, അതൊരു വൃത്തികേടാണ്. അതുകൊണ്ടാണ് ഓരോന്നോരോ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിന് ശേഷം ബീഡ്സിൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂ കൊടുക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഫ്ലവറിൻ്റെ 2 സൈഡില്ലേ, ആ ഒരു സൈഡിൻ്റെ ലീഫിൻ്റെ ഗ്യാപ്പില്ലേ, ആ ഓരോ സൈഡിലും ആ ഫ്ലവറിൻ്റെ സൈഡിൽ 2 സൈഡിലും കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് വീതം ഓരോന്ന് വീതം കൊടുക്കുകയാണ്. സെറാമിക് കുന്തൻ ദേ ഇതുപോലെ. അതും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി എടുത്ത് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. അത്രയ്ക്ക് ഈസിയാണ്. കണ്ടോ? ഇത് നമുക്ക് ഈ റെഡിൽ മാത്രമല്ല, നമുക്ക് ഗ്രീൻ, ഓറഞ്ച് ഏത് കളറിലാണോ നമുക്കിത് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡിസൈൻസ് എങ്ങനെ വേണോ മാറ്റി ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നോക്കിയേ, കണ്ടില്ലേ? ആ 2 സൈഡിലും കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേകം. ഇനി സെൻറ്ററിൽ നിങ്ങൾക്ക് ബീഡ്സിന് അതായത് കുന്തൻ സ്റ്റോണിന് പകരം സ്റ്റോൺസ് കൊടുക്കണമെങ്കിലും കൊടുക്കാം കേട്ടോ. കുഞ്ഞു സ്റ്റോൺസ് കൊടുത്തും ഇത് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 2-3 ഇതിന് കൊടുക്കുക. എന്താ പറയുക, നമ്മൾ സ്റ്റോൺസ് ഒട്ടിക്കുക, വീണ്ടും എന്ത് ചെയ്യുക, സ്റ്റോൺസ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒട്ടിക്കുക. അല്ലാതെ എല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ അത് ഇളകി വരും. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും. കണ്ടില്ലേ? ഇതുപോലെ ഒരു 3-4 കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ കൊടുത്തു, എന്നിട്ട് പെട്ടെന്ന് ഒട്ടിക്കുകയാണ്. 2 സൈഡിലും കൊടുക്കുകയെങ്കിൽ ഒരു 2-3 മാത്രം ഒട്ടിക്കുക. നമുക്കൊരു സൈഡാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിച്ച് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. നോക്കിയേ, കണ്ടില്ലേ? ആ ഗോൾഡും ഒരു നമ്മൾ സെറാമിക്കും തമ്മിലുള്ള ഭംഗി കണ്ടല്ലോ.